വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി. അപ്പോൾ ഇന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായി തയ്ച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. ചുരിദാർ ടോപ്പ്, ബ്ലൗസ് ഒക്കെ ഇങ്ങനെ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രഗ്നൻസിക്ക് മുന്നാണ് ഞാൻ എന്തോ സ്റ്റിച്ച് ചെയ്തത്. പിന്നെ അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ പീലുമായി, പിന്നെ അതിനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ ഇവളുടെ ഇടയിൽ നമുക്ക് തയ്ക്കാൻ ഒരു സർട്ടൺ ടൈം വേണമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങി തിരക്കുകളൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തയ്ച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പീലു ഉറങ്ങാണേ, അവൾ ഉറങ്ങുന്നുണ്ട് ഇവിടെ. അപ്പോൾ തയ്ച്ച് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്ത് സംഭവം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രൊഫഷണൽ തയ്പ്പ് പഠിച്ച ആളൊന്നുമല്ല കേട്ടോ. എനിക്ക് എൻ്റെ ചേച്ചി എനിക്ക് മെഷീൻ യൂസ് ചെയ്യാൻ അറിയാം, പക്ഷേ കട്ട് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പോയി പഠിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ കാരണം എൻ്റെ ചേച്ചീൻ്റെ ആള് തയ്ക്കും. അപ്പോൾ ആള് എനിക്ക് പഠിപ്പിച്ചു തന്നത്, സൗമ്യ ചേച്ചി. അപ്പോൾ ആളാണ് എനിക്ക് കട്ടിങ്ങൊക്കെ പഠിപ്പിച്ചു തന്നത്. പിന്നെ എൻ്റെ വല്യമ്മയാണ് എനിക്ക് ബ്ലൗസിങ്ങിൻ്റെ കട്ടിങ്ങൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നെങ്കിൽ, ഇപ്പോൾ മെഷീൻ ഉപയോഗിക്കാൻ അറിയാം, പിന്നെ പോയി പഠിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ പോയി പഠിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ പ്രൊഫഷണലി എന്താ പറയുക വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കട്ട് ചെയ്യാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള, ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു കുർത്ത വെച്ചിട്ട് നമുക്ക് ഫിറ്റായിട്ടുള്ള ബോഡി അല്ലെങ്കിൽ കൈക്ക് ഫിറ്റായിട്ടുള്ള ഏത് കുർത്ത വെച്ചിട്ട് നമുക്ക് ആ അളവിന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് എന്താ പറയുക, ടേപ്പ് കൊണ്ട് നമ്മുടെ ബോഡിയുടെ അളവും കൈയിൻ്റെ അളവെടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അപ്പം നമ്മുടെ കയ്യിലുള്ള കുർത്ത വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള ഇത് അതാണ് ഞാനും കാണിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നല്ല ഞാൻ ചെയ്യാറ്. എനിക്ക് ആപ്റ്റായിട്ടുള്ള കുർത്ത എൻ്റെ ഏതുള്ളതെന്ന് വെച്ചിട്ട് കൈയുടെ അളവാണെങ്കിൽ ആ കുർത്ത എടുക്കും, ബോഡിയുടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കുർത്ത ബോഡി ഫിറ്റിംഗ് ആണ്, കൈ ശരിയില്ലെന്നുണ്ടെങ്കിൽ കൈ ശരിയുള്ള കുർത്തയുടെ അളവ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആപ്റ്റായിട്ടുള്ള കുർത്ത യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ബേസിക് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മിക്കവർക്കും അറിയായിരിക്കും, കാരണം ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതുപോലെ എന്താ പറയുക, ഞാൻ കുറച്ച് നാളെ സ്റ്റിച്ച് ചെയ്തിട്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കും എനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അടുത്തൊരു തുണിയുണ്ട്. അത് ആക്ച്വലി ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തോണ്ട് എനിക്ക് കുറച്ച് എന്താ പറയുക സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള പോലെ. അപ്പം ഞാൻ വെറുതെ വേറെ നല്ല തുണി എടുത്ത് അതായത് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, എൻ്റെ കയ്യിൽ പഴയൊരു ഷോൾ ഉണ്ടായിരുന്നു, പഴയ ഷോളാണ്. അപ്പോൾ അതിൻ്റെ കുർത്തയൊക്കെ സ്റ്റിച്ച് ചെയ്തു ഞാൻ. അപ്പോൾ ഷോള് ഞാനിപ്പോൾ ഇങ്ങനെ പ്രിൻ്റഡ് ഒന്നും യൂസ് ചെയ്യാറില്ല, അപ്പോൾ ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഷിഫോണിൻ്റെ ഷോള്, അപ്പോൾ ഇതുകൊണ്ട് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ലൈക്ര മെറ്റീരിയൽസ് ഒന്നും ഇഷ്ടമല്ല. അപ്പം ലൈനിങ്ങിന് ഞാൻ കോട്ടൺ തന്നെ എടുത്തത്. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ പഴയ തുണി വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട്, എന്നിട്ട് പിന്നെ നല്ല എന്താ പറയുക തുണി മേടിച്ച് തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ കട്ടിങ് കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ കാണാൻ. കട്ട് ചെയ്യാനുള്ള തുണി ആദ്യം നമ്മൾ ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇടുക. കണ്ടോ, അങ്ങനെ രണ്ടാക്കി മടക്കുക. കണ്ടോ, രണ്ടാക്കി മടക്കി കഴിഞ്ഞിട്ട് ഇനി അതിന് ഒരു ഫോൾഡും കൂടി ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ ഒരു പാറ്റേണിൽ കിട്ടും. അത് നമ്മൾ രണ്ടാക്കി മടക്കി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോൾഡും കൂടി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കണം, നമ്മൾ താഴെ നോക്കണം, ഒപ്പമായിട്ടില്ലേ നോക്കണം, ഒരുപോലെ വരണം. ഇങ്ങനെ രണ്ട് ഫോൾഡിൽ മടക്കുക. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാനായിട്ട് മടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ അളവ് തുണി വെച്ചത് ഞാൻ കാണിച്ചു തരാം. കഴുത്ത് ഇവിടെ എടുക്കും, കൈ ഭാഗത്തേക്ക് വരും, കൈ ഇവിടെ നമുക്ക് എടുക്കാം, ഇവിടെ നമ്മൾ നേരെ താഴെ ബോഡിയിലേക്ക് കട്ട് ചെയ്യും. അപ്പം അങ്ങനെ
അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ക്കുന്ന തുണിയും അതുപോലെ നമ്മുടെ ലൈനിങ്ങും ഇതുപോലെ തന്നെ മടക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി കുർത്ത വെച്ച് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതാ ഇഷ്ടമുള്ള കുർത്ത നിങ്ങൾക്ക് ഫിറ്റായിട്ടുള്ളത് എടുക്കുക ഞാൻ പറഞ്ഞ പോലെ. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ മറച്ചിട്ടിട്ട് രണ്ടാക്കി ഫോൾഡ് ചെയ്യില്ലേ, അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്യുക, കണ്ടോ, അത് 1 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ കഴുത്തും ഞാൻ ഈ കുർത്തയുടെ അളവിന് എടുക്കണം, അപ്പോൾ അതും 1 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ ആം ഹോള്, അങ്ങനെ ബോഡി അങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യുക. അപ്പോൾ 1 ഇഞ്ച് നീക്കിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അത് എന്തിനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അപ്പോൾ അളവ് കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ ഷോൾഡർ ഞാൻ 2.5 അങ്ങനെ എടുക്കാറ്. പിന്നെ കഴുത്ത് നമ്മുടെ ഏതാ കഴുത്തിൻ്റെ അളവെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. പിന്നെ ഇതുപോലെ ഷോൾഡർ കട്ട് ചെയ്ത് എടുക്കുക, നമുക്ക് കൂട്ടി അടിക്കാനുള്ളതാണല്ലോ. ബോഡി വെട്ടി കഴിഞ്ഞിട്ടോ, ലൈനിങ്ങും തുണിയും. ഇനി നമ്മൾ കയ്യാണ് വെട്ടാൻ പോകുന്നത്. അത് നമ്മൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ, ഈ സൈഡ് ഇവിടെ നല്ല നമ്മൾ കട്ട് ചെയ്തു. ഈ ഭാഗത്താണ് നമ്മൾ കൈ വെട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ കൈ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തുണി എനിക്ക് കുറവായതുകൊണ്ട് എനിക്ക് ചെറിയ കൈ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നീളം 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അളവിലാണ് മാർക്ക് ചെയ്യുന്നത്, ഈ കുർത്തയുടെ അളവിന്. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് കൂടുതലിടുക. അപ്പോൾ 5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ 1 ഇഞ്ച് കൂട്ടി അടിക്കുമ്പോൾ നമുക്ക് 4 ഇഞ്ച് കറക്റ്റ് കൈയിൻ്റെ അളവ് കിട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കൈയിൻ്റെ ഇറക്കാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കൈയിൻ്റെ ഇറക്കം എത്രയാണെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൈ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണിയുടെ നല്ല ഭാഗം കൂട്ടി വയ്ക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക, അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇതുപോലെ മറച്ചിടുക. കണ്ടോ, ഇതുപോലെ മറച്ചിടുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം കിട്ടുമല്ലോ, അത് ആദ്യം ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അരിക് നല്ലോണം നീക്കി വെച്ച് ആ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇത് വേണമെങ്കിൽ മടക്കി അടിക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അരിഭാഗം കിട്ടും. ആ അരിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം നല്ല ഭാഗം ചേർത്ത് വെച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് മറച്ചിടുമ്പോൾ ആ നല്ല ഭാഗം നമുക്ക് കിട്ടും, ആ പൊട്ട ഭാഗം ഉള്ളിലേക്ക് പോകും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് ഞാൻ ഈ സൈഡും അടിക്കുന്നത്, അപ്പോൾ അത് പിടിച്ചാൽ കിട്ടുമല്ലോ തുണി. ഓക്കെ, കഴുത്താണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വെട്ടി വെച്ച തുണിയുടെ നല്ല ഭാഗം ചേർത്തിട്ട് കഴുത്തിൻ്റെ അരിക് നീക്കി അടിക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചിടുക. മറിച്ചിടുമ്പോൾ നല്ല ഭാഗം കിട്ടും. അങ്ങനെ അതിൻ്റെ അരിക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ സൈഡിൽ കൂടെ ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചൊക്കെ നീക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ റൗണ്ട്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഫിനിഷിങ് കഴുത്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ അമർന്ന് നിൽക്കും. ഇത് ശരിക്കും ക്യാൻവാസൊക്കെ വെച്ച് അടിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയായാലും അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. സാധാരണ നമ്മൾ തയ്ക്കാനോ കൂടും ക്യാൻവാസൊക്കെ അടിക്കുക, പക്ഷെ ഞാനിങ്ങനെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഞാൻ 2 സൈഡും അടിച്ചെടുത്തു കേട്ടോ. ഫ്രണ്ടും ബാക്കും ചുരിദാറിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഷോൾഡർ അടിക്കാൻ പോവാണ്. ഷോൾഡർ ഇതേപോലെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൂട്ടി ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ, അതെങ്ങനെ ലെങ്ത്തിൻ്റെ ഇത് നോക്കിയിട്ട് 1 ഇഞ്ച് സാധാരണ അടിച്ചാൽ മതി, അപ്പോൾ കറക്റ്റാവും. അപ്പോൾ 1 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. അത് ഇനിയിപ്പോൾ നമ്മൾ കൈ വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ചിലപ്പോൾ ഇത്തിരി കൂടുതൽ നിൽക്കുന്നുണ്ടാവില്ല, നമ്മൾ കൂട്ടി ഇട്ടുണ്ടല്ലോ. അപ്പോൾ ഷോൾഡർ ഞാൻ 2.5 ഇഞ്ച് എടുത്ത്, അതുപോലെ കൈ 4 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത കൈ ഒപ്പം മടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഒപ്പം കിട്ടുമല്ലോ.
ആ ഒരു മടങ്ങിയ ഭാഗം ഉണ്ടാവും, ആ ഭാഗം ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചെടുക്കുക, ഒരു ഇഞ്ച് നീക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൈ കിട്ടും. അത് കഴിഞ്ഞ് 2 കൈ അതുപോലെ വയ്ക്കുക. ഇതിന് നമ്മൾ സ്ലിറ്റ് അടിക്കാൻ പോകണം. അതുപോലെ സ്ലിറ്റിൻ്റെ മറ്റേ കുർത്ത വെച്ചിട്ട് സ്ലിറ്റിന് എത്ര ഇറക്കം വേണമെന്നുള്ളത് നോക്കുക. ഹിപ്പിൻ്റെ അവിടെ വരെ എത്ര ഇറക്കം വേണമെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ മടക്കി അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ എവിടേക്കാണ് ഇനി അടിക്കണേന്നുള്ളത് താഴെയും ചുരിദാറിൻ്റെ 2 സൈഡും 2 ഭാഗത്തിൻ്റെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സൈഡ് കണ്ടോ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് അടിച്ചെടുക്കുക. കയ്യിൻ്റെ അവിടെ നിന്ന് സ്ലിറ്റ് വരെയുള്ള ആ ഭാഗം ഉണ്ടല്ലോ അവിടെ അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുർത്ത സ്റ്റിച്ചിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്ത സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. എളുപ്പമാണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ കട്ട് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ഈസിലി നമ്മുടെ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റും.